ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായൊരു എഗ് കറിയുമായിട്ടാണ്. ഇത് വളരെ റിച്ചായൊരു എഗ് കറിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഈ മുട്ടയെ നമുക്ക് ഈ ഒരു ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിനിപ്പോൾ ഈ മുട്ടയൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ ഈ മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ മുട്ടയൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് ഈ മുട്ടയിൽ പിടിച്ചോളും. നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ മുട്ട ഫ്രൈ ചെയ്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ഒരുപാടൊന്നും ചൂടാവണ്ട. അതിന് മുമ്പ് തന്നെ നമ്മൾ എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരുപാട് എണ്ണ ചൂടായാൽ ഈ മസാലയൊക്കെ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുട്ടയുടെ എല്ലാ വശവും ഒന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത് 2 സവാളയാണ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്പെഷ്യൽ എഗ്ഗ് കറി തന്നെയാണ് ഈ എഗ്ഗ് കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പച്ചമുളകാണ്, ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി പെരുംജീരകം പൊടിച്ചതാണിത് 1/2 ടീസ്പൂൺ. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 തക്കാളി ഇവിടെ അരച്ചെടുത്തതാണിത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം. ഇനിയിപ്പോൾ ഈ തക്കാളിൻ്റെ പ്യൂരി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. തക്കാളിൻ്റെ പ്യൂരി നന്നായി വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ ഈ തക്കാളിയുടെയൊക്കെ റോസ്മെൽ മാറി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, എന്നാലേ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂനട്ട് പേസ്റ്റാണ്. അതായത് അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണിത്. 20 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തതാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയെ സ്പെഷ്യലാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ അണ്ടിപ്പരിപ്പൊന്നും ചേർത്ത് കറി ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും വല്ലപ്പോഴും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നും ഒരേ രീതിയിൽ എഗ് കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായി ഇതുപോലെയൊക്കെ ഒന്ന് എഗ് കറി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും തന്നെ ഒരുപാട് ഇഷ്ടമാവും ഇങ്ങനത്തെ വെറൈറ്റി കറികളൊക്കെ.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലോട് കൂടി വേണം നമ്മൾ ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാൻ. ഇനി ഈ കറിയൊക്കെ ഈ എഗ്ഗിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില നമ്മുടെ കറിയൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. മല്ലിയിലൊക്കെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഉലുവയില എന്ന് പറയും. അപ്പോൾ കസൂരി മേത്തിയും മല്ലിയിലൊക്കെ ഇതിലിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ഉടയാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ നമ്മളിത് അടച്ച് വെച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ ഫ്ലേവറൊക്കെ ഈ കറിയിലേക്ക് ഇറങ്ങണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ കറിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഒരു വ്യത്യസ്തമായ ഒരു എഗ് കറി തന്നെയാണിത്. നമ്മുടെ ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങളിൽ എത്താൻ വേണ്ടിയാണിത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു കുട്ടിയുണ്ട്, റൈഹാനത്ത്, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. അപ്പോൾ അവളെന്നോട് ഹായ് പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ റൈഹാനത്ത്, ഹായ്, നിങ്ങൾക്ക് സുഖമല്ലേ? ഇനിയും വീഡിയോസ് കാണണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.